ഹലോ ഗൈസ്, ഡീകോഡർ എക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജാപ്പനീസ് ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിനെ സ്കൂളിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം വരും. ദൈവം വന്നിട്ട് പിള്ളേർക്കെല്ലാം ഒരു കളിക്കാനായിട്ടൊരു ഗെയിം കൊടുക്കും. ആ ഗെയിം തെറ്റിക്കുന്നവരൊക്കെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. മരണപ്പെടുന്നത് തല പൊട്ടിത്തെറിച്ചാണ് മരണപ്പെടുന്നത്. പിന്നെ അവരുടെ ബ്ലഡൊക്കെ മൊത്തമായിട്ട് മാറിയിട്ട് വെളിയിലേക്ക് തെറിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പിള്ളേരും പേടിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം വന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ പടം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു രൂപമാണ്. ദൈവം ഫ്രീസ് എന്നും പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഗെയിം തുടങ്ങുന്നത്. അതിൽ തന്നെ പിള്ളേരെല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ അതിൽ അനങ്ങാതെ നിൽക്കുന്നവരെ ദൈവം വെറുതെ വിടുകയും ചെയ്യും. പക്ഷേ ആ സീന് കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് വരുമ്പോൾ അനങ്ങുന്നവരെയൊക്കെ ദൈവം തല പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുകയാണ്. ഇത് കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പിള്ളേർ വീണ്ടും പേടിച്ച് അറിയാതെ കാലോ കയ്യോ അനക്കുമ്പോൾ അവരുടെയും തല വീണ്ടും പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്ന മുത്തുകളായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്, തല മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത്. വീണ്ടും ദൈവം ഒരു പാട്ട് പാടി തിരിഞ്ഞു നിൽക്കും. അതിനുശേഷം വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പിള്ളേരെല്ലാം അനങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും തല പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ഈ ഗെയിം കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിലൊരുത്തനക്ക് മനസ്സിലാവും ഇതിലൊരു ട്രിക്ക് ഉണ്ടെന്ന്. അതായത് ദൈവത്തിൻ്റെ തലയുടെ ബാക്കിലുള്ള ഒരു സ്വിച്ചിൽ പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം സ്റ്റോപ്പ് ആകുമെന്ന് അവനക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ തലയുടെ മുകളിലൊരു ടൈമറുമുണ്ട്. അതിൽ പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗെയിം തീരുമെന്ന് അവനക്ക് മനസ്സിലാകും. അങ്ങനെ വീണ്ടും പലരും ഞെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ വീണ്ടും മരണപ്പെടുകയാണ്. അപ്പോൾ ഇതിലുള്ള ഒരുത്തൻ കൂട്ടത്തിൽ ദൈവം തിരിഞ്ഞു നിന്ന് കഴിയുമ്പോൾ നമുക്ക് വാതിൽ വഴി രക്ഷപ്പെടാമെന്നും പറഞ്ഞ് വാതിലിൻ്റെ അടുത്തേക്ക് പോയി വാതിൽ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ദൈവം ഇത് പെട്ടെന്ന് തിരിയുകയും ഇവരെയൊക്കെ തല പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ വന്നിരിക്കുന്ന ദൈവമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ പിള്ളേർ പറയുന്നതാണ് ദൈവമാണെന്ന്. ഇതൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് ഇതിൽ വരുന്നത്. കണ്ണുരുട്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോക്കുന്നയാൾ മരണപ്പെടും. അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. അവസാനം 1 മിനിറ്റ് കൂടിയാണ് ടൈമിംഗ് ഉള്ളൂ. അപ്പോൾ എല്ലാ പിള്ളേരും കൂടി ശ്രമിക്കുന്നുണ്ട്. ചാടി വന്ന് ഇത് നിർത്താനായിട്ട് ബാക്കി കാണുന്ന സ്വിച്ചിൽ പിടിച്ച് ഞെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ തല അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് പോകും. അവസാനം അവിടെയുള്ള എല്ലാവരെയും ആ ഒരു കഥാപാത്രം, അതായത് ഭൂതത്തിനെ പോലെ ഇരിക്കുന്ന ആ തല എല്ലാവരെയും കൊല്ലും. എല്ലാവരെയും ഇങ്ങനെ പൊട്ടിച്ചെറിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവിടെ 2 പിള്ളേർ മാത്രവും. അപ്പോൾ അവർക്ക് എല്ലാ പ്രദേശവും നഷ്ടപ്പെട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ അതിലൊരുത്തൻ പറയും, നമുക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാം. എൻ്റെ പുറത്തു കൂടി ചാടി ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവർ ഒരുത്തൻ്റെ പുറത്ത് കയറി വേറൊരുത്തൻ കയറി ചാടിപ്പോയി ആ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് നോക്കും. അവസാനം 2 സെക്കൻഡ് ഉള്ളപ്പോൾ അവർ ആ സ്വിച്ച് ഓഫാക്കുന്നതിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഗെയിം ഓവർ എന്ന് പറഞ്ഞ് ആ പ്രതിമ പറയും. അപ്പോൾ അവർ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നിട്ട് പ്രതിമ പറയും, ഗെയിം ഓവറായിട്ടുണ്ട്, പക്ഷേ ഇത് ഓഫ് ചെയ്ത ആൾ മാത്രമാണ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ മറ്റേ കൂടെ ഉണ്ടായിരുന്ന ആൾ മരണപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ് പിന്നീട് അവിടെ ബാലൻസ് ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രതിമ പറയും, നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ട്, ക്യാറ്റിനെ കണ്ടുപിടിക്കുക, നിങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ വരും എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത ഗെയിമിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൻ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. ഇവൻ വീട്ടിലിരുന്നതും ഇന്നത്തെ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നതാണ്. വീട്ടിൽ ഇരുന്നത് അമ്മ അവനോട് സ്കൂളിൽ പോകാൻ പറഞ്ഞതും ഗെയിം കളിച്ചിരിക്കാതെ സ്കൂളിൽ പോയി പഠിക്കാൻ പറയുന്നതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. അവൻ സ്കൂളിൽ വന്നിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം അവൻ നടന്നു വരികയായിരുന്നു സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അവൻ്റെ കാമുകിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിൽ കൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്. അവനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെ കുറച്ച് പേര് കൂടി തമ്മിൽ കൂടുന്ന കാണുന്നത്. അത് സ്കൂളിൽ തന്നെ വേറൊരു പയ്യനാണ്. അവനാണെങ്കിൽ എല്ലാവരെയും ഇടിച്ച് എപ്പോഴും തമ്മിത്തല്ലുണ്ടായിക്കൊണ്ടേയിരിക്കും. അവന് ഒരു നിമിഷം പോലും അവനക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ കഴിയില്ല. പിന്നീട് കാണിക്കുന്നത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ എല്ലാവരും ഇരുന്ന് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അപ്പോൾ തന്നെ എല്ലാവരും കൂടെ ചുമ്മാ തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പെട്ടെന്ന് കുറേ മുത്തുകൾ അവരുടെ മേത്തേക്ക് വന്ന് വീഴുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ തല പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെ അവരൊക്കെ പേടിക്കുന്നു. അപ്പോഴാണ് ആ പ്രതിമ അവിടെ വരുന്നത്. ആ പ്രതിമ വന്നിട്ട് പറയുകയാണ്, ഫ്രീസ് എന്ന് പറയുകയാണ്. അതായത് എല്ലാവരും അനങ്ങാതെ നിൽക്കണം എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് നിലവിലുള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. രക്തത്തിൽ കുളിച്ചിട്ടാണ് നായകൻ നിൽക്കുന്നത്. കാരണം അങ്ങനെ അവൻ ആ സത്യം മനസ്സിലാക്കി അവൻ മാത്രമേ ഇനി ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കാമുകിയാണ്. അവൻ്റെ കാമുകി വന്നിട്ട് പേടിച്ചാണ് നിൽക്കുന്നത്. എല്ലാവരും മരിച്ചുപോയെന്ന് പറയുകയാണ് അവനോട്. എന്നിട്ട് അവൻ അടുത്ത് പോയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അവൾ പറയും, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും മരണപ്പെട്ടു, എല്ലാം അങ്ങനെ സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ അവൻ പറയും,
എന്നാൽ നമുക്കൊരു പണി ചെയ്യാം, പോലീസിനെ അറിയിക്കാം, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാം, അപ്പോൾ അവർ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ബാക്കിലുള്ള പ്രതിമ പറയുകയാണ് നിങ്ങൾക്ക് റേഞ്ച് കിട്ടില്ല, നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ അവർ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പല വാതിലുകളും അവർ നോക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്. ചില്ലുകളെല്ലാം പൊട്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് സാധിക്കുന്നില്ല പൊട്ടിക്കാൻ, കാരണം എല്ലാം ആ പ്രതിമ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓടി അവരൊരു ഹാളിലേക്ക് എത്തുകയാണ്. ഹാളിൽ ചെല്ലുമ്പോൾ അവർ കാണുന്നത് കുറേ പേര് എലിയുടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും എലിയുടെ വേഷം ഇട്ടിരിക്കുക. അപ്പോൾ നായകൻ ചോദിക്കും എന്താ എല്ലാവരും എലിയുടെ വേഷമിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എലിയുടെ വേഷം ധരിച്ചാലാണ് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന്. പക്ഷേ നായകനക്കും അപ്പോഴും കൺഫ്യൂഷനാണ്. അങ്ങനെയല്ല, അതെന്തോ ഗെയിമിൻ്റെ തുടക്കമാണ്, അങ്ങനെയല്ല സംഭവിക്കുക, നമ്മളെല്ലാവരും അതിൽ ട്രാപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പെട്ടെന്നൊരു റൂം പോലെ ഒരു അറ വരികയും അറയിൽ നിന്ന് എന്തോ സാധനം പൊങ്ങി വരുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓടി മാറുന്നുണ്ട്. നോക്കുമ്പോൾ വലിയൊരു പൂച്ചയാണ് അതിൽ നിന്ന് വരുന്നത്. വലിയൊരു പൂച്ചയുടെ രൂപം അതിൽ നിന്ന് പൊങ്ങി വരും. അവരെ ഉപദ്രവിക്കാനായിട്ടാണ് അത് വരുന്നത്. അതിനുശേഷം അത് പൊങ്ങി വലിയൊരു രൂപമാവും. അതിൻ്റെ കയ്യിലൊരു വലിയൊരു സ്കേറ്റിംഗ് ബോർഡും ഉണ്ട്. അതിനുശേഷം ആ പൂച്ച അവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഇതെന്താ സംഭവം എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് പൂച്ചയുടെ തല താഴേക്ക് നീണ്ടു വന്നിട്ട് ഒരാളെ പിടിച്ചു വിഴുങ്ങുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചും പിന്നോട്ട് മാറും, ഓടാൻ തുടങ്ങും. പിന്നീട് പൂച്ച എല്ലാവരെയും ഓടി നടന്ന് 2-3 പേരെയൊക്കെ വെച്ച് വിഴുങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും വീണ്ടും ചെതറി ഓടും. പൂച്ചയുടെ കഴുത്തിൽ ഇതിലേക്ക് ഒരു ബോൾ ഇട്ടാൽ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അത് നായിക കണ്ടുപിടിക്കുക ബോൾ. ആ ബോളിലും ടൈമറുണ്ട്. പൂച്ചയുടെ നടുക്കി കാണുന്ന അതിലേക്ക് ഇടണം. എത്ര ശ്രമിച്ചിട്ട് അവർക്ക് ഇടാനായിട്ട് സാധിക്കുന്നില്ല, കാരണം പൂച്ച അത് തട്ടിക്കളയുകയാണ്. എല്ലാവരും ഇടാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവസാനം ഒരുത്തൻ അത് ഇടാൻ നോക്കും. ആ പന്ത് അവിടെ ചെന്ന് ചാടണേക്ക് മുമ്പ് തന്നെ ആ പൂച്ച അതെടുത്തിട്ട് ദൂരത്തേക്ക് അടിക്കും. അവനുൾപ്പെടെ അതിൽ പെട്ടിട്ട് ഭിത്തിയിൽ പോയി അവനും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയാവും. വീണ്ടും ഇതിനി എന്ത് ചെയ്യും? നായികയുടെ നേരെ ഈ പൂച്ച അടുത്ത് വരും. അങ്ങനെ നായികയെ വിഴുങ്ങാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നായകൻ പൂച്ചയുടെ അടുത്തേക്ക് എലിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് പൂച്ചയോട് സംസാരിക്കുക. അപ്പോൾ പൂച്ച തിരിഞ്ഞു നോക്കും. അങ്ങനെ നായക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ നായകൻ്റെ നേരെയാവും പൂച്ചയുടെ ആക്രമണം. പൂച്ച നേരെ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇത് പൂച്ചയുടെ സൗണ്ട് നായകന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നായകൻ മനസ്സിലാക്കും പൂച്ചയുടെ പുറത്ത് ചൊറിയാനാണ് പൂച്ച പറയുന്നതെന്ന്. അങ്ങനെ പൂച്ചയുടെ പുറത്ത് കയറി നിന്നിട്ട് മാന്തി കൊടുക്കുമ്പോൾ പൂച്ചയ്ക്ക് അത് ഇഷ്ടപ്പെടും. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടെ വന്നിട്ട് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് പൂച്ചയുടെ പുറം മാന്തും. അങ്ങനെ പൂച്ചയ്ക്ക് അത് ഇഷ്ടപ്പെടും. അങ്ങനെ പൂച്ച പതുക്കെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടി നിന്നിട്ടാണ് മാന്തി കൊടുക്കുന്നത്. എല്ലാവരും വന്ന് ബാക്കിൽ നിന്നും മാന്തും. അനങ്ങിയ പൂച്ചയുടെ വാല് കൊണ്ട് അവർ മരണപ്പെടും. അങ്ങനെ അവസാനം പൂച്ച ഉറങ്ങി കഴിയുമ്പോൾ ഒരുത്തൻ വന്നിട്ട് ബോൾ അതിലേക്കിടും. അങ്ങനെ പൂച്ചയുടെ ഗെയിം ഓവറാവും. അങ്ങനെ ആ ഒരാൾ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷിക്കുന്നത്. ബാക്കി എല്ലാവരും അവൻ തന്നെ കൊല്ലും. എന്നിട്ട് അവൻ പറയും ഇങ്ങനെയൊരു വേൾഡായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്, എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാനുണ്ട് ഇങ്ങനെയൊരു ലോകം തന്നതിന്. ഇനി നമ്മളാണ് ഈ ഗെയിം കളിക്കാൻ പോകുന്നതെന്നും അവൻ അവരോട് പറയും. അടുത്ത സീനിലേക്ക് വരുമ്പോൾ അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂബിൻ്റെ ചിത്രമാണ്. ആ ക്യൂബിൻ്റെ ചിത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രാപ്പായി കിടക്കുന്ന സ്റ്റുഡൻസ് ട്രാപ്പായി കിടക്കുന്ന സ്ഥലമാണെന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ന്യൂസൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേകം ഇതൊക്കെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ക്യൂബിൻ്റെ അകത്ത് കുറേ സ്റ്റുഡൻസ് പെട്ടിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ രക്ഷിക്കാനായിട്ട് പട്ടാളക്കാരെയൊക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒട്ടനവധി ചർച്ചകളും കാര്യങ്ങളും പോലീസൊക്കെ വന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇതിലേക്ക് അടുക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ട്രാപ്പാണത്. അപ്പോൾ എല്ലാവരും അത് രക്ഷപ്പെടുമോ എന്ന് ഓർത്തിരിക്കുകയാണ്. സർക്കാരൊക്കെ ആലോചിക്കുന്നുണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതൊക്കെ. പക്ഷേ അവർക്കാർക്കും നടക്കുന്നില്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ ആ സ്റ്റുഡൻസൊക്കെ വേറൊരു മുറിയിലായിരിക്കും. ആ സ്റ്റുഡൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത 4 പേരായിരിക്കും ഒരു റൂമിൻ്റെ അകത്തുണ്ടാവുക. അടുത്തൊരു ഗെയിം വരുന്നത് വരെ, ദൈവം അടുത്തൊരു ഗെയിം കൊടുക്കുന്നത് വരെ ഈ പിള്ളേരെല്ലാവരും ഈ റൂമിലായിരിക്കും താമസിക്കുന്നത്. അവരുടെ അടുത്ത് ഗെയിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്, എവിടെയാണ്, എങ്ങനെ ഇതിലൊക്കെ ട്രാപ്പായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ട്രാപ്പാണെന്നും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ലെവലിലേക്ക് പോകാൻ അടുത്ത കീ ആവശ്യമാണെന്നും അവർ തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ടാവും ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മളിങ്ങനെ ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുകയാണ്, ഞാൻ ഇൻ്റർനെറ്റിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ പുറത്തെ ലോകത്തൊക്കെ നമ്മളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെ അവൻ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് വേറെയും ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കാട്ടി കൊടുക്കുകയാണ് ഫുള്ള്, അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ട്രാപ്പിലേക്ക് വന്ന രീതികളും എല്ലാം കാട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ
കിട്ടണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഒരു കീ കിട്ടണമെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തതെന്നും പറഞ്ഞ് കുറേ പ്രതിമകൾ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പാട്ട് പാടുകയാണ്. അപ്പോൾ ഈ പാട്ട് പാടിയിട്ട് ഇവരുടെ ചുറ്റും കറങ്ങും. ഇവരുടെ ചുറ്റും കറങ്ങി കഴിഞ്ഞിട്ട് ഈ 4 പേരിൽ ആരാണോ ബാക്കിൽ വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. ഇത് കണ്ണ് കെട്ടിയിട്ടാണ് ഈ 4 പാവകൾ ചുറ്റും കറങ്ങുന്നത്. ഈ ചുറ്റും കറങ്ങി അവസാനം വരുന്ന അയാളുടെ പുറകിൽ വന്ന് നിൽക്കുന്ന ഏത് പാവയാണെന്ന് പറയണം. പറയാത്തവരെ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇതിൽ ആകെ രക്ഷപ്പെടുന്നത് 2 പേര് മാത്രമാണ്. ബാക്കി അതിലുള്ള 2 പേരെ ഇവർ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ആളെ കൊല്ലുന്നത് പുറകിലേക്ക് നിൽക്കുന്ന ആൾ പറയാതെ വന്നു കഴിയുമ്പോൾ നെറ്റിയിലേക്കൊരു വെട്ടടിപ്പിച്ചിട്ട് തലയിൽ കൺട്രോൾ മുഴുവൻ ആ പ്രതിമകൾ ഏറ്റെടുക്കും. അതിനുശേഷം ഈ സ്റ്റുഡൻറ്റിൻ്റെ തല നിലത്തേക്ക് അടിച്ചടിച്ചാണ് ആ പയ്യനെ കൊല്ലുന്നത്. അവിടെ തന്നെ താമസിക്കുന്ന അടുത്ത പെൺകുട്ടിയുടെ അടുത്തും ഇതേ ഗെയിം തന്നെ അവർ കളിക്കുന്നുണ്ട്. ആ ഗെയിം കളിക്കുമ്പോഴും ആ കുട്ടിയും ഇത് തോറ്റുകയാണ്. ആ കുട്ടിക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ കുട്ടീനെയും അവർ കൊല്ലുകയാണ്. അതിനുശേഷം നായകൻ്റെ അടുത്തേക്ക് വരികയാണ്. നായകൻ്റെ അടുത്ത് ഇവരിങ്ങനെ വട്ടം കറങ്ങി നായകൻ അവസാനം കണ്ടുപിടിക്കും ഇവരുടെ കള്ളക്കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കൊടുക്കും ആരാ ബാക്കിലുള്ള കണ്ടുപിടിക്കാൻ നിന്നത്. പക്ഷേ 6 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇവർ ടൈം കഴിഞ്ഞെന്നും പറഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. അത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ പ്രതിമകളൊക്കെ ഔട്ടാവുകയാണ്. ഗെയിമിൽ നിന്ന് ഔട്ടായിട്ട് നായകൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ പ്രതിമകളൊക്കെ ഒരു താക്കോലായിട്ട് മാറുന്നുണ്ട്. ഈ താക്കോല് കൊണ്ടാണ് അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. അതായത് അടുത്ത ഒരു റൂം തുറക്കണമെങ്കിൽ താക്കോല് വേണം. അങ്ങനെ ഇവർ വെളിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാരും കീ ആയിട്ട് വരും. എന്നിട്ട് അതിനുശേഷം ഇവർ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അടുത്ത ഗെയിമിൻ്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഇവരൊന്നിച്ച് കൈ പിടിച്ചാൽ നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഒരു പ്രേതം പോലെ ഒരു പ്രതിമ വന്ന് ഇവരെ ആക്രമിക്കും. അപ്പോൾ ഇവരെല്ലാവരും കൈ പിടിച്ചാണ് നടക്കുന്നത്. കൈ വിട്ടാൽ അപ്പം തന്നെ ആ പ്രതിമ വന്ന് ഇവരെ ഉപദ്രവിക്കും. അത് കാരണം ഇവരെല്ലാവരും ഒന്നിച്ച് നടന്ന് ആ ഒരു മുറിയുടെ അടുത്തെത്തി ഈ താക്കോലുകളിട്ട് അവർ ഈ ഒരു റൂം തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ അടുത്ത ലെവലിലേക്ക് പോകും. ഈ ലെവലിൽ കാണിക്കുന്നത് ഐസാണ്. ഐസുള്ള ഏരിയയിലേക്കാണ് ഈ സ്റ്റുഡൻസ് എത്തിപ്പെടുന്നത്. അവരിനി അവസാനം 7 പേര് മാത്രമാണ് അവിടെ ഉള്ളത്. അവർ മഞ്ഞുള്ള സ്ഥലത്താണ് എത്തിപ്പെട്ടേക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഗെയിമൊക്കെ കളിക്കാൻ നിയന്ത്രിക്കുന്നത് ഹിമക്കരടി പോലത്തെ ഒരു ജീവിയാണ്. അവിടെ എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് 7 പേരെ ഇനി ഗെയിം കളിക്കാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. ആ 7 പേരോടും ഈ കരടി നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കളിക്കുന്ന ഗെയിമിൻ്റെ ഡീറ്റെയിൽസൊക്കെ കരടി പറയുന്നുണ്ട്. അതായത് കരടി ഓരോ കാര്യങ്ങൾ പറയും. അതായത് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയണം. അത് എല്ലാവരും പറയണം. അത് ഇപ്പോൾ ഒരു ചോദിക്കുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ഇഷ്ടമുള്ള ഫുഡെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ പറയണം. അതിൽ കള്ളം പറയരുത്. അതായത് കള്ളമാണെന്ന് പറയണ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കരടി ചവിട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗെയിം തുടങ്ങും. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡും അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയും. പക്ഷേ ഒരാൾ തെറ്റായിരിക്കും പറയുന്നത്. ഈ ആളെ കണ്ടെത്തി ഈ കരടി കൊല്ലും. അങ്ങനെ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഈ കരടി കൊന്നുകൊണ്ടിരിക്കും. അവസാനം കൊന്നു ആകെ 2 പേര് ഈ കരടി കൊല്ലും. അത് കഴിഞ്ഞിട്ട് ബാക്കി 4 പേര് മാത്രമായിട്ട് ഗെയിം കളി തീരും. അപ്പോൾ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നായകൻ ഇതുപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കരടിയുടെ തെറ്റ് കണ്ടുപിടിക്കും. തെറ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ കരടി ഉരുകി കറുത്ത ഇതായിട്ട് പോകും. അതായത് വെള്ളം പോലെയായിട്ട് പോകും. അത് കരടി മരിച്ചു പോകും. അങ്ങനെ ഈ പിള്ളേർ ആ ഗെയിമിൻ്റെ ലെവൽ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് ഇവർ കിടക്കും. അടുത്ത ലെവലിൽ 4 പേരേ വരുന്നുള്ളൂ. ആ 4 പേര് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒളിച്ചിരിക്കും. അവരെ കണ്ടുപിടിക്കണം. അതങ്ങനെയാണ് ഗെയിം വരുന്നത്. അതിൽ എത്ര പേര് ഒളിച്ചിരിക്കണോ അവരൊക്കെ രക്ഷപ്പെടും. അതായത് പിടിക്കാൻ നിൽക്കുന്ന ആൾ എത്ര പേര് പിടിക്കുന്നു അവരൊക്കെ മരണപ്പെടുകയും ഒളിച്ചിരിക്കുന്നവർ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ ഗെയിം കളിച്ച് തുടങ്ങും. അങ്ങനെ ഗെയിം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവർ പറയും 3 പ്രതിമകളാണ് ഗെയിം കളിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയും ഇത് ഞങ്ങൾ പറഞ്ഞ കള്ളായിരുന്നു, അങ്ങനെയൊന്നുമില്ല, നിങ്ങളാരും മരിക്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലെവലും കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ ഇനി ജീവനോടെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാം കഴിയും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീം കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോകുന്നതുകൊണ്ട് സന്തോഷത്തിന് വേണ്ടി തരുന്ന ഐസ്ക്രീമാണെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കും. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് അവസാനം ഈ കമ്പിനകത്ത് എഴുതിയിട്ടുണ്ട് ജീവിക്കുന്നവരും മരണപ്പെടുന്നവരും. അങ്ങനെ മരണപ്പെടുന്നവരുടെ പേരിൽ ആ പെൺകുട്ടി വേറെ 2 പേരോടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ബാലൻസ് ഉണ്ടായിരുന്ന 5 പേര്. 5 പേരിൽ 3 പേര് മരണപ്പെടും. ആകെ 2 പേര് മാത്രമേ അവശേഷിക്കുള്ളൂ. അങ്ങനെ അവസാനം ആ കമ്പിൽ എല്ലാവരും ഇത് കഴിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് ആകെ 2 പേര് മാത്രമേ പിന്നെ അവശേഷിക്കുള്ളൂ. അങ്ങനെ ആ ബാക്കിയുള്ള ആൾക്കാരെ ആ പ്രതിമകൾ കൊല്ലും.
അതിനുശേഷം ഇവർ ഈ രക്ഷപ്പെടുകയാണ്. അതായത് ഈ 2 പേര് ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. കാരണം അവർ ദൈവം അവരെ ഗെയിം കളിപ്പിച്ച് അവരുടെ ദൈവത്തിന് മുമ്പിൽ ജയിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നാട്ടുകാരെല്ലാവരും കൂടി ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് ക്ലൈമാക്സ്. ഇതോടുകൂടി ഈ പടം അവസാനിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഈ പടത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പടം ആയിക്കെ വരുന്നത് വരെ ഗുഡ് ബൈ.